ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് ജെൻഡർ നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ആവരുത്. പകരം ആ വിഷയത്തിന്റെ മെറിറ്റിൽ ആരോടൊപ്പമാണോ ശരി, ആ ശരിയെ നമ്മൾ അനുകൂലിക്കുക, തെറ്റിനെ നമ്മൾ എതിർക്കുക. ഇവിടെ ഈ ക്യാമറയിൽ തെറ്റ് ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ എടുത്ത് റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നാണം കെട്ടും റീച്ച് നേടുകിൽ നാണക്കേട റീച്ച് മാറ്റണം എന്ന കാഴ്ചപ്പാട് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വേറൊരാളെ ജീവിതം വെച്ച് കളിക്കരുത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ പുതിയ ഒരു കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമാണ് ഈ എക്സ്പോസിങ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. ഇതിനൊക്കെ ഒരു ഒതൻറ്റിസിറ്റി വേണം. നമ്മൾ ഒരാളെ വേറൊരു വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് എന്ത് കണ്ടന്റും നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾക്ക് തുണിയില്ലാതെ നടക്കാം, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്കത് കൊണ്ട് പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് നാണോമാനമില്ലാതെ ജീവിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷേ മറ്റൊരുവൻ്റെ ജീവിതത്തെ വെച്ച് നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടന്റ് ആക്കരുത്. നിങ്ങളുടെ അടുത്തൂടെ പറഞ്ഞത് ഓരോ ഇതിപ്പം നിങ്ങളെല്ലാവരും പറയുന്നു, ഒരു പെൺകുട്ടി ഒരു മൊബൈൽ ക്യാമറ എടുത്തു വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ മോശക്കാരനാക്കി ചിത്രീകരിച്ചിട്ട് അയാൾ ആത്മഹത്യ എന്ന അവസ്ഥ ഉണ്ടാക്കി. ഓരോ ഓൺലൈൻ മാധ്യമങ്ങളും അനാവശ്യമായിട്ട് എത്രയോ പേരുടെ വീഡിയോസ് പകർത്തി നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് സമൂഹത്തെ കൊണ്ട് ആക്ഷേപിച്ച് കമന്റ് ചെയ്യിച്ച് അതിലാരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് സ്വയം തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നത് വേറൊരാൾക്ക് ദോഷകരമാകുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ആലോചിക്കണം.